ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചിന്തിച്ച് എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ചിന്തിച്ചായിരുന്നു ഇന്ന് യൂണിവേഴ്സിറ്റി പോവുക, ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസ് ടൂർ ഒന്ന് കാണിച്ചു തരാം. അകത്ത് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ഉണ്ട്, ഏതൊക്കെ ലാബാണ്, കാര്യങ്ങളാണ് എല്ലാം ഞാൻ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും ഇവിടെ വരുന്നവർക്കാണെങ്കിലും അതിൻ്റെ യൂസ്ഫുൾ ഉണ്ട്, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ്, ഞാൻ എല്ലാ യൂണിവേഴ്സിറ്റിയും പയ്യെ പോകണുണ്ട്. അത് നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരും. ഇപ്പം ഞാൻ പോണത് യൂണിവേഴ്സിറ്റിയുടെ ഇത് ഞാൻ കാണിച്ചു തരാം. ഏത് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണം, എന്നാൽ മാത്രമേ ഫുള്ളൊരു ഗൈഡ് നിങ്ങൾക്ക് കിട്ടൂ. പിന്നെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരാൻ നിൽക്കണമെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പം ഇവിടെ നല്ല മഴയാണ്. അപ്പം ഞാൻ ചിന്തിച്ച് എന്തായാലും കുറച്ച് പാടാണ്. അപ്പോൾ എന്തായാലും ആദ്യം ജിമ്മിൽ പോകണം. ജിമ്മിൽ പോയിട്ട് അവിടെ നിന്ന് ഞാൻ നേരെ മെട്രോ പിടിച്ചായിരിക്കും നേരെ യൂണിവേഴ്സിറ്റി എത്തുന്നത്. ഇവിടെ നിന്നൊരു അരമണിക്കൂർ യാത്ര ഉണ്ട് യൂണിവേഴ്സിറ്റി എത്താൻ. അപ്പോൾ അതിനുശേഷം നമുക്ക് അകത്തുള്ള ഒരു ക്യാമ്പസും കാര്യങ്ങളും എല്ലാം കണ്ട് ഫുള്ളൊരു റിവ്യൂ പോലെ ചെയ്ത് ലാസ്റ്റ് ഒരു എന്തൊക്കെയാണ് അതിൻ്റെ ഇതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം ഫുൾ എമൗണ്ടും കാര്യങ്ങളും ഡീറ്റെയിൽസും അങ്ങനെയെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഫുള്ളൊരു നിങ്ങൾക്ക് യൂസ്ഫുള്ളൊരു വീഡിയോ ആയിരിക്കും. ബിക്കോസ് ഇവിടെ വരാനും ഇവിടെ ജോയിൻ ചെയ്യാനുമുള്ള ആഗ്രഹമുള്ള കുട്ടികൾക്ക് കുറച്ച് യൂസ്ഫുള്ളുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ഞാൻ അത് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഈ എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസിനെ ആദ്യം കാണിച്ചിട്ട് പിന്നെ നിങ്ങൾക്കുള്ള സജഷൻ അനുസരിച്ച് ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്യും. അപ്പം നമുക്ക് എന്തായാലും ആദ്യം നമുക്ക് എല്ലാം കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പം എന്തായാലും ഞാൻ ആദ്യം വീഡിയോ ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പം നമുക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാ, ഞാൻ മെട്രോയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം ഇപ്പം മെട്രോ താഴോട്ട് ഇറങ്ങി. പിന്നെ ഞാൻ മെട്രോയിൽ ഇറങ്ങി ആ സ്റ്റോപ്പിൽ നിന്ന് നടന്നതാണ്. ഇതാണ് യൂണിവേഴ്സിറ്റി, നിങ്ങൾക്ക് കാണാം. യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് എൻട്രൻസ് ഇതാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് യൂണിവേഴ്സിറ്റി, ആൾട്ട യൂണിവേഴ്സിറ്റി എന്ന് പറയും. ഇതാണ് ഫുൾ എൻട്രൻസ്. അതിൻ്റെ ഫുൾ വ്യൂ ഇതാണ് നിങ്ങൾക്ക് കാണാം. ഞാൻ വൈഡ് ആംഗിളിൽ ഇട്ടെടുത്ത ഫുൾ വ്യൂ. പിന്നെ അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് ബാക്കി കാണാൻ പറ്റും. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം. അവിടെ മോളിൽ കൂടെ കയറാൻ സ്റ്റെപ്പ്, പിന്നെ അല്ലാതെ എലിവേറ്റേഴ്സ്, അവിടെ സൈഡിൽ വാഷ്റൂമും കാര്യം, അവിടെ ഒരു കോറിഡോറും ഉണ്ട്. ഇത് ക്യാൻറ്റീനാണ്, അവിടെ താഴത്തെ ക്യാൻറ്റീൻ. ഇതങ്ങനെ എൽ ഫ്ലോറിൽ വരും. അത് ഫുൾ ഇരുന്ന് കഴിക്കാനും ഓവണും കാര്യങ്ങളും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്, അവിടെ കോൺഫറൻസ് ഹോളാണ് നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മളെ എക്സാം റൂം, അതൊരു ഫുൾ വ്യൂ. ഇതാണ് കോൺഫറൻസ് ഹോൾ. അവിടെ ഒരു കോട്ട് എഴുതിയിരുന്നു, ഒരു നല്ല കോട്ട് അവർ എഴുതിയത്. ഇതാണ് ലൈബ്രറി. ഫുൾ ലൈബ്രറി അകത്തിരുന്ന് നമുക്ക് എൻജോയ് ചെയ്യാം, കാര്യങ്ങളെല്ലാം ചെയ്യാം. ഫുള്ളൊരു വലിയൊരു ലൈബ്രറിയാണ്. പിന്നെ അവിടെ ഞാൻ ഇറങ്ങി ബസ് കയറിയിട്ടുണ്ട്. തിരിച്ച് വീട്ടിലോട്ട് എത്താറാവുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് അത്രയേ ഉള്ളൂ ഗൈസ്. അതിന് ഞാൻ വീട്ടിലോട്ടെത്തും. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ വീട്ടിലെത്തിയതേ ഉള്ളൂ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പം അവിടെ പോയി ഇന്ന് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് 30-ാം തീയതി ക്ലാസ് സ്റ്റാർട്ടാക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം നടക്കുക, പ്രോസസ്സിങ്ങും കാര്യങ്ങളും. അപ്പോൾ അതൊന്നും അറിയാനും അവിടെ നിന്ന് സബ്ജക്റ്റൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടിയാണ് പോയത്. ഇനിയിപ്പം ഞാനിപ്പോൾ 6th ഇയർ ആയി, ഇപ്പോൾ കഴിയാറായി, കോഴ്സ് കഴിയാറായതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഒന്ന് ചൂസ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിനെല്ലാം പോയപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് വിചാരിച്ച യൂണിവേഴ്സിറ്റി അകത്തുനിന്നൊക്കെ കാണിച്ചു തരാം. നല്ലൊരു എൻവയോൺമെൻറ്റുമാണ്. ഞാൻ പിന്നെ അതിലെല്ലാം പറയുന്നുണ്ട്. പിന്നൊക്കെ ചില ലബോറട്ടറി ഒന്നും എടുക്കാൻ പറ്റില്ല, ബിക്കോസ് അവിടെ കുറേ പരീക്ഷയും കാര്യങ്ങളൊക്കെ നടക്കുന്നു. വേറെ സ്റ്റുഡൻസിൻ്റെ ഇവിടെ ഉള്ള പിള്ളേർ തന്നെ പരീക്ഷയും കാര്യങ്ങളൊക്കെ നടക്കുക. അതുകൊണ്ട് തന്നെ അത് പാടായിരിക്കും. അപ്പം അവിടെ ലബോറട്ടറി ഉണ്ട്, ഡെൻറ്റിസ്ട്രിയിൽ ഇതുണ്ട്. അപ്പോൾ ഞാൻ എൻട്രൻസ്, പിന്നെ കഫറ്റേരിയ, ലൈബ്രറി ഇതെല്ലാം തന്നെ അതിൽ കാണിച്ചിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ അവിടെ ഒരു നല്ലൊരു ആംബിയൻസാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിരുന്ന് ലൈബ്രറിയിൽ പഠിക്കാം. അത് 24 രാത്രി അടയ്ക്കണ വരെയും ടൈമുണ്ട്, അവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റും. പിന്നെ അല്ലാതെ ഒരു ശബ്ദമോ ഒന്നും പറ്റില്ല. പിന്നെ പരീക്ഷ ഹോളുണ്ട് താഴെ, അത് ഞാൻ അതിൽ കൂടെ പറഞ്ഞുതരാം, നിങ്ങൾ കണ്ടായിരിക്കും. പരീക്ഷ ഹോള്, എക്സാം സെൻറ്റർ എന്ന് പറഞ്ഞ് കുറേ കമ്പ്യൂട്ടർ MCQ ഒക്കെ ചെയ്യാൻ വേണ്ടി അവർ വെച്ചിട്ടുണ്ട്. ഓവറോൾ നല്ലതാണ്. പിന്നെ മുകളിലത്തെ ഫ്ലോറിലാണ് മെഡിസിൻ. പിന്നെ ഓരോ ഫ്ലോറിലും ഓരോ ഇതാണ്, അതൊന്നും ഞാൻ കാണിച്ചില്ല, ജസ്റ്റ് അകത്ത് കാണിച്ചു. പിന്നെ മെയിൻ കാര്യങ്ങൾ കാണിച്ചു. പിന്നെ ഒരു കോറിഡോറുണ്ട്,
അവിടെ നിന്ന് ആൾക്കാർക്ക്, ഇവിടെ ഉള്ള ആൾക്കാർക്ക് സ്മോക്ക് ചെയ്യാം. അതുകൊണ്ട് അതും കാര്യങ്ങളും എല്ലാം ഇതാക്കാൻ വേണ്ടി അവർ ചെയ്യാറ്. അവിടെ നിന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, കുറച്ച് റെസ്റ്റ് എടുക്കാം, ബ്രേക്ക് കിട്ടുമ്പോൾ അവിടെ പോകാം, അങ്ങനത്തെ രീതിയിലൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നല്ലതാണ്. ബാക്കി പിന്നെ നിങ്ങൾക്കറിയാം ആൾട്ട യൂണിവേഴ്സിറ്റിയുടെ ഫീസ് $5000 വരുന്നത്. ഞാൻ പിന്നെ ട്രാൻസ്ഫറാണ്. ഇപ്പോൾ പിന്നെ 1500 ആക്കിയോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. അതാണ് അവിടുത്തെ ഫീസ്. 6 വർഷത്തെ കോഴ്സാണ് ആ യൂണിവേഴ്സിറ്റിയിൽ വരുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ ചോദിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. ഞാൻ എന്തായാലും പറഞ്ഞു തരുന്നുണ്ട്. മെയിനായിട്ട് 6 വർഷമാണ് മെഡിസിൻ ഇവിടെ. പിന്നെ $5000 ഇവിടുത്തെ ഫീസ്. ഇനിയിപ്പോൾ റെഗുലർ ആണെങ്കിൽ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളാണെങ്കിൽ 1500 ആണോ എന്നുള്ളൊരു ഡൗട്ടാണ്. ഞാനിങ്ങനെ കേട്ടായിരുന്നു, പക്ഷെ അത് ഉറപ്പ് പറയാൻ പറ്റൂല. പിന്നെ എല്ലാം കൊണ്ടും നല്ലതാണ്. പിന്നെ നമുക്കൊരു പോർട്ടലുണ്ട്, അതിലൂടെയാണ് എല്ലാം അറിയുന്നത്. പിന്നെ ടൈം ടേബിൾ അതിൽ കൂടെയാണ് സെലക്ട് ചെയ്യുന്നത്. കാര്യങ്ങൾ മാനേജർ എല്ലാം നല്ലതാണ്. നമുക്ക് എന്തുവേണമെങ്കിലും അടുത്ത് സംസാരിക്കാം. നല്ല രീതിയിൽ തന്നെ അവർ കുറച്ച് നേരം എടുത്താലും അവർ അപ്പം തന്നെ റിപ്ലൈ ഒക്കെ വരും. അതുകൊണ്ട് തന്നെ അങ്ങനെ പേടിക്കും കാര്യമൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും എല്ലാം കൊണ്ടും നല്ല ഒരു ഇതാണ്. നിങ്ങൾക്ക് വേറെ ഞാൻ യൂണിവേഴ്സിറ്റി പറയുന്നത് കാണിച്ചു തരാം. നിങ്ങൾ സജഷൻ പറഞ്ഞ അനുസരിച്ച് കമൻറ്റിലൂടെ അറിയിക്കുന്ന അനുസരിച്ച് ഞാൻ ഓരോ യൂണിവേഴ്സിറ്റിയിലെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഞാൻ ആൾട്ട യൂണിവേഴ്സിറ്റിയാണ് കാണിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ എല്ലാം പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് ഞാൻ എന്തായാലും ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് നാളെ കാണാം. അപ്പോഴേക്കും